നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സിന്റെ ഡിസ്കഷൻ ആണ്. വരാനിരിക്കുന്ന കമ്പനി LGS, VFA, BEPCO-LD മുതലായ എല്ലാ പരീക്ഷകൾക്കും വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് നിങ്ങൾ കണ്ടായിരുന്നു. അപ്പോ അതിനകത്ത് വിവരങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞില്ലേ? അപ്പൊ അതിൽ നിന്ന് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. ചോദ്യം ഇതാണ്: കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? താഴെ ഒന്ന് കമന്റ് ചെയ്യാമോ? കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് കണ്ടവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ യെസ് എന്നൊന്ന് പറയണേ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സും എല്ലാവരും പൂർണ്ണമായിട്ടും കാണുക. ഒരു ക്ലാസ്സിൽ നിന്ന് തന്നെ 5 മാർക്ക്, മിനിമം 5 മാർക്ക് കിട്ടുന്ന ചോദ്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആയിക്കോളാം. ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലം ആരുമായി ബന്ധപ്പെട്ടതാണ്? പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലം നമ്മൾ സ്കൂൾ ടൈമിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? കുഞ്ചൻ നമ്പ്യാരുമായി ബന്ധപ്പെട്ടതാണ് പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലം. അപ്പൊ പാലക്കാട് കിള്ളിക്കുറിശി മംഗലത്ത് കലക്കത്ത് ഭവനത്തിലാണ് കുഞ്ചൻ നമ്പ്യാരുടെ ജനനം. കലക്കത്ത് ഭവനം, കിള്ളിക്കുറിശി മംഗലം. ജനകീയ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. 18ാം നൂറ്റാണ്ടിലെ പ്രധാന കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര്? കുഞ്ചൻ നമ്പ്യാറാണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. കവിത ചാട്ടവാറാക്കിയ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? കുഞ്ചൻ നമ്പ്യാറാണ്. ചാക്യാർ കൂത്തിന് പകരമായി കുഞ്ചൻ നമ്പ്യാർ അവതരിപ്പിച്ച കലാരൂപമാണ് തുള്ളൽ. ചാക്യാർ കൂത്തിന് പകരമായി കുഞ്ചൻ നമ്പ്യാർ അവതരിപ്പിച്ച കലാരൂപമാണ് ഏത്? തുള്ളൽ. ഓട്ടൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ, പറയൻ തുള്ളൽ എന്നീ 3 രീതിയിലാണ് തുള്ളൽ വരുന്നത്. അതിൽ ഓട്ടൻ തുള്ളൽ വൃത്തമായി അറിയപ്പെടുന്ന വൃത്തം ഏതാണ്? തരങ്കിണി. തരങ്കിണിയാണ് ഓട്ടൻ തുള്ളൽ വൃത്തമായി അറിയപ്പെടുന്നത് എന്നോർക്കുക. പ്രധാനപ്പെട്ട തുള്ളൽ പാട്ടുകൾ ഏതെല്ലാം? കല്യാണ സൗഗന്ധികം. കല്യാണ സൗഗന്ധികം പ്രധാനപ്പെട്ട തുള്ളൽ പാട്ടാണ്. ഘോഷയാത്ര പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഘോഷയാത്ര പ്രധാനപ്പെട്ട തുള്ളൽ പാട്ടാണ്. അതുപോലെ കീചകവധം. കീചകവധം, കല്യാണ സൗഗന്ധികം, ഘോഷയാത്ര, കീചകവധം, നളചരിതം. നളചരിതം തുള്ളൽ പാട്ടുണ്ട്. നളചരിതം. ബാലി വിജയം. ബാലി വിജയം തുള്ളൽ പാട്ടുണ്ട്. ബാലി വിജയം. കല്യാണ സൗഗന്ധികം, ഘോഷയാത്ര, കീചകവധം, നളചരിതം, ബാലി വിജയം എന്നിവ പ്രധാനപ്പെട്ട തുള്ളൽ പാട്ടുകളാണ്. ഇനി കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെ? അമ്പലപ്പുഴ. അമ്പലപ്പുഴയിൽ കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നു. ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശി മംഗലം. കിള്ളിക്കുറിശി മംഗലത്ത് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നു. ഇനി മറ്റൊരു ചോദ്യം: തുള്ളലിന് നമ്പ്യാർ മാതൃകയാക്കിയ കലാരൂപം ഏതാണെന്ന് ചോദിച്ചാൽ പടയണിയാണ്. പടയണി. അപ്പൊ ഇവിടെ ഒരു കൺഫ്യൂഷൻ വന്നോ? പടയണിയാണ് തുള്ളലിന് നമ്പ്യാർ മാതൃകയാക്കിയ കലാരൂപം. എന്നാൽ ചാക്യാർ കൂത്തിന് പകരമായിട്ടാണ് കുഞ്ചൻ നമ്പ്യാർ ഏത് അവതരിപ്പിച്ചത്? തുള്ളൽ എന്ന കലാരൂപം അവതരിപ്പിച്ചത്. അപ്പൊ തുള്ളലിന് നമ്പ്യാർ മാതൃകയാക്കിയ കലാരൂപം ഏതാണെന്ന് ചോദിച്ചാൽ പടയണിയും, ചാക്യാർ കൂത്തിന് പകരമായിട്ടാണ് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ എന്ന കലാരൂപം അവതരിപ്പിച്ചത്. ഇനി ഓപ്ഷൻ ഡിയിലേക്ക് വരാം. ആരാണ് ഓപ്ഷൻ ഡി? ചെറുശ്ശേരി. ചെറുശ്ശേരി ഋതുക്കളുടെ കവി. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഋതുക്കളുടെ കവി. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ചെറുശ്ശേരി നമ്പൂതിരി. ഉദയവർമ്മ രാജ എന്ന രാജാവിന്റെ രാജസദസ്സിലെ കവിയായിരുന്നു ചെറുശ്ശേരി. കൃഷ്ണഗാഥ. കൃഷ്ണഗാഥ രചിച്ചത് ആരാണ്? ചെറുശ്ശേരിയാണ്. ആധുനിക മലയാളത്തിന്റെ ആദ്യ രൂപമായി കണക്കാക്കപ്പെടുന്ന കൃതിയാണ് ഏത്? കൃഷ്ണഗാഥ. കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്ന വൃത്തം ഏത് എന്ന് ചോദിച്ചാൽ മഞ്ചരി വൃത്തത്തിലാണ് കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത്. മഞ്ചരി വൃത്തം. ഭാഷാവൃത്തത്തിൽ രചിച്ച ആദ്യത്തെ മഹാകാവ്യം കൂടിയാണ് കൃഷ്ണഗാഥ. കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്ന വൃത്തം മഞ്ചരി വൃത്തമാണ്. ശ്രീകൃഷ്ണ ചരിതം ആസ്പദമാക്കി മലയാളത്തിലുണ്ടായ ആദ്യത്തെ കാവ്യം ഏതാണെന്ന് ചോദിച്ചാൽ കൃഷ്ണഗാഥയാണ്. കോലത്ത് നാട് ഭരിച്ചിരുന്ന ഉദയവർമ്മ രാജാവിന്റെ നിർദ്ദേശപ്രകാരം ചെറുശ്ശേരി രചിച്ച കൃതിയാണ് കൃഷ്ണഗാഥ. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ കിട്ടിയോ?
ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ എന്തുമാത്രം ഫാക്ട്സ് ആണല്ലേ കിട്ടിയത്. അപ്പൊ പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശ്ശിമംഗലത്ത് ജനിച്ച കവി ആരാണ്? കുഞ്ചൻ നമ്പ്യാറാണ്. കലക്കത്ത് ഭവനമാണ് ഇദ്ദേഹത്തിന്റെ ഭവനത്തിന്റെ പേര്. ജനകീയ കവി എന്നറിയപ്പെടുന്നു. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ്. 18ാം നൂറ്റാണ്ടിലെ പ്രധാന കവി. ചെറുശ്ശേരി ജീവിച്ചിരുന്നത് ഏത് നൂറ്റാണ്ടിലാണെന്നറിയോ? 15ാം നൂറ്റാണ്ടിലാണ് ചെറുശ്ശേരി ജീവിച്ചിരുന്നത്. കുഞ്ചൻ നമ്പ്യാർ 18ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത് എന്നോർക്കുക. കവിത ചാട്ടവാറാക്കിയ കവി എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാർ. ഇദ്ദേഹത്തിന്റെ സ്മാരകങ്ങൾ സ്ഥിതി ചെയ്തത് അമ്പലപ്പുഴ, കിള്ളിക്കുറിശ്ശിമംഗലം എന്നീ സ്ഥലങ്ങളിലായിട്ടാണ്. ഇനി നമ്പ്യാരുടെ ആദ്യത്തെ തുള്ളൽ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ കല്യാണ സൗഗന്ധികമാണോ, ഘോഷയാത്രയാണോ, കീചകവധമാണോ, നളചരിതമാണോ, ബാലി വിജയമാണോ? ഏതാണ്? കല്യാണ സൗഗന്ധികം. കല്യാണ സൗഗന്ധികമാണ് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ തുള്ളൽ കൃതി. ഇത് ശീതങ്കൻ തുള്ളൽ ആണെന്ന് ഓർക്കുക. തുള്ളൽ 3 വിധത്തിലുണ്ടല്ലോ: പറയൻ, ഓട്ടൻ, ശീതങ്കൻ. അപ്പൊ കല്യാണ സൗഗന്ധികം ശീതങ്കൻ തുള്ളലാണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ അടുത്തയിലേക്ക് പോയാലോ? അതിനു മുന്നേ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LDC 2026-27 പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട്സ് ഉൾപ്പെടെയാണ്. അപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരായാലും, പഠനത്തിൽ ഗ്യാപ്പ് വന്നവരായാലും, വീട്ടമ്മയായാലും, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായാലും ആരായാലും കുഴപ്പമില്ല. ഒട്ടും ധൃതി പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ നിങ്ങളെ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊണ്ടുപോകുന്ന ബാച്ചാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ മാത്രമേ നിങ്ങൾക്ക് ക്ലാസ് വരുന്നുള്ളൂ. ശനി ഞായറും ആ ഒരാഴ്ച നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളുടെ റിവിഷൻ ആയിരിക്കും. ഞായറാഴ്ച രാത്രി റിവിഷൻ പരീക്ഷയും ഉണ്ടായിരിക്കും. ഒരു ദിവസം നിങ്ങൾക്ക് കൂടി പോയ 2 മണിക്കൂർ അത്ര മാത്രമേ പഠിക്കാൻ വേണ്ടി കാണത്തുള്ളൂ. ഫുൾ സിലബസ് കവറേജ് ആണ് വിത്ത് PDF നോട്ട്സ്. സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടെ, ഷോർട്ട് ആൻഡ് മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ, പഴയ SCR ടീം, പുതിയ SCR ടീം ഉൾപ്പെടെ, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഉൾപ്പെടെ എല്ലാം ഉൾപ്പെടെയുള്ള ബാച്ചാണ്. ഇപ്പൊ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ എടുത്തോളാം. 2027 ഡിസംബർ വരെ വാലിഡിറ്റി ഉള്ള കോഴ്സ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ ഇടയ്ക്ക് വരുന്ന 2026-ലും 27-ലും ഒക്കെ വരുന്ന പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ ഈ ഒരൊറ്റ കോഴ്സ് തന്നെ മതി. അപ്പൊ നമ്മുടെ ആപ്പ് ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്തോളാം. ആപ്പ് നമുക്ക് ഐഫോണിലും ലഭ്യമാണ്, അതുപോലെ ആൻഡ്രോയിഡ് ഫോണിലും ലഭ്യമാണ്, കമ്പ്യൂട്ടറിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി എന്തോ വേണം? ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഫസ്റ്റ് കമന്റിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്. അപ്പോൾ ഇനി ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് സീറ്റ്സ്, വളരെ വിരലിനെണ്ണാവുന്ന സീറ്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മുടെ ബാച്ചിലെ ഒരു സ്റ്റുഡന്റ് ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, LDC റാങ്ക് ലിസ്റ്റിൽ 50-ൽ ഒരാളാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് തന്നെ ബാച്ചിൽ അഡ്മിഷൻ എടുത്തോളാം. ഞാൻ LDC പരീക്ഷ ക്രാക്ക് ചെയ്ത് സർക്കാർ ജോലി നേടിയ വഴികളിലൂടെയാണ് നിങ്ങളെ നയിക്കാൻ പോകുന്നത്. ഇപ്പൊ തന്നെ അഡ്മിഷൻ എടുത്തോളാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം: സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരം ആര്? സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ തന്നെ 2 മെഡൽ. ആരാണ്? മനു ഭാക്കർ. മനു ഭാക്കറിന്റെ കായിക ഇനം ഏതാ? ഷൂട്ടിംഗ് ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ ഇങ്ങെടുത്താലോ? PT ഉഷ. PT ഉഷയെ പറ്റി PSC എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓരോന്നായിട്ട് ദാ പിടിച്ചോ. PT ഉഷയുടെ മുഴുവൻ പേര് എന്താണ്? PT ഉഷയുടെ മുഴുവൻ പേര്, ഫുൾ ഫോം എന്താ? PT, പിലാവുള്ളക്കണ്ടി തെക്കേ പറമ്പിൽ ഉഷ. പിലാവുള്ളക്കണ്ടി തെക്കേ പറമ്പിൽ ഉഷ എന്ന PT ഉഷയാണ് പയ്യോളി എക്സ്പ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പയ്യോളി എക്സ്പ്രസ് എന്ന പേരിൽ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ നിരവധി തവണ ചോദിച്ചിട്ടുണ്ട്. പയ്യോളി എക്സ്പ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കായിക താരം എന്ന വിശേഷണമുള്ള ഇന്ത്യൻ കായിക താരം ആരാണ്? PT ഉഷ. കൂടാതെ ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് ആരാണ്? PT ഉഷയാണ്. ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി, ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി എന്നറിയപ്പെടുന്നത് PT ഉഷയാണ്. ഏഷ്യയിലെ സ്പ്രിന്റ് രാജ്ഞി എന്നറിയപ്പെടുന്നത് ആരാണ്? PT ഉഷ. ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത. ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് PT ഉഷ. ഏത് ഒളിമ്പിക്സ്? 1984-ലെ ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സ് 400 മീറ്റർ ഹഡിൽസ് വിഭാഗം. ഇനി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ആര്? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത കൂടിയാണ് PT ഉഷ. ഏത് ഒളിമ്പിക്സ് ആണ്? 1980-ലെ മോസ്കോ ഒളിമ്പിക്സ്. ഇതാണ് PT ഉഷയുടെ ആദ്യത്തെ ഒളിമ്പിക്സ്. ഫൈനലിൽ എത്തിയത് 1984-ലെ ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിലാണ്.
ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും അധികം മെഡൽ നേടിയ താരം, ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ താരം ആരാണ്? PT ഉഷയാണ്. PT ഉഷ. അപ്പൊ പിലാവുള്ളക്കണ്ടി, തെക്കേപ്പറമ്പിൽ ഉഷയാണ് പയ്യോളി എക്സ്പ്രസ്, ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ, ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി, ഏഷ്യയിലെ സ്പ്രിന്റ് റാണി എന്നീ വിശേഷണങ്ങൾ ഉള്ളത്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ഏത് ഒളിമ്പിക്സ്? 1980 മോസ്കോ ഒളിമ്പിക്സ്. ഇനി ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത PT ഉഷ. ഏത് ഒളിമ്പിക്സ്? 1984 ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സ്. ഏതായിരുന്നു കായിക ഇനം? 400 മീറ്റർ ഹഡിൽസ് ആണ്. ഈ ഒരു ഒളിമ്പിക്സിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. PT ഉഷയ്ക്ക് വെങ്കല മെഡൽ നഷ്ടപ്പെട്ട ഒളിമ്പിക്സ് ആണ്. PT ഉഷയ്ക്ക് 1984 ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിലാണ് വെങ്കല മെഡൽ സെക്കൻഡിന്റെ 1/100 അംശത്തിൽ നഷ്ടമായത്. അപ്പോ സെക്കൻഡ്സിന്റെ വില അറിഞ്ഞ വ്യക്തിയാണ് PT ഉഷ. സെക്കൻഡിന്റെ 1/100 അംശത്തിലാണ് PT ഉഷയ്ക്ക് വെങ്കല മെഡൽ നഷ്ടപ്പെട്ടത്. PT ഉഷയുടെ കായിക പരിശീലകൻ, അദ്ദേഹവും പ്രസിദ്ധനാണ്, OM നമ്പിയാർ. PT ഉഷയുടെ കായിക പരിശീലകനാണ് OM നമ്പിയാർ. OM നമ്പിയാർ. PT ഉഷയുടെ ആത്മകഥയുടെ പേര്, PT ഉഷയുടെ ഒരു വിശേഷണം തന്നെയാണ് ഗോൾഡൻ ഗേൾ. ഗോൾഡൻ ഗേൾ. ഗോൾഡൻ ഗേൾ എന്നത് ആരുടെ ആത്മകഥയാണ്? PT ഉഷയുടെ ആത്മകഥയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് കൂടിയാണ് പിലാവുള്ളക്കണ്ടി, തെക്കേപ്പറമ്പിൽ ഉഷ. PT ഉഷ. IOA, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്. ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക് ഫെഡറേഷൻ വെറ്ററൻ പിൻ പുരസ്കാരം നൽകി ആദരിച്ച ആദ്യത്തെ ഇന്ത്യൻ കായിക താരം കൂടിയാണ് PT ഉഷ. PT ഉഷ നേതൃത്വം നൽകുന്ന, PT ഉഷ സ്ഥാപിച്ച ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിലാണ്. കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി. ഇനി PT ഉഷയ്ക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ച വർഷം ഏതാ? 1985 PT ഉഷയ്ക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. 1985. അർജുന അവാർഡ് ലഭിച്ചതോ? 1983 PT ഉഷയ്ക്ക് എന്ത് അവാർഡ് ലഭിക്കുന്നത്? അർജുന അവാർഡ്. അർജുന അവാർഡ് 1983. രാജ്യസഭയുടെ വൈസ് ചെയർപേഴ്സൺ ആകുന്ന ചരിത്രത്തിലെ ആദ്യത്തെ നോമിനേറ്റഡ് MP കൂടിയാണ് PT ഉഷ. രാജ്യസഭയുടെ വൈസ് ചെയർപേഴ്സൺ ആകുന്ന ചരിത്രത്തിലെ ആദ്യത്തെ നോമിനേറ്റഡ് MP ആരാണ്? PT ഉഷ. ഓക്കെ, അപ്പോ ചോദ്യം ഇതാണ്, സ്വതന്ത്ര ഇന്ത്യയിലെ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരം ആരാണ്? മനു ഭാക്കർ. മനു ഭാക്കർ. ഓക്കെ, അടുത്തയിലേക്ക് പോകാം. അടുത്തത് സാഹിത്യവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ചോദ്യം ഇതാണ്, താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക വിശകലനം ചെയ്ത് സാഹിത്യകാരന്മാർ, അവരുടെ കൃതികൾ എന്നിവ ശരിയായ ക്രമത്തിൽ എഴുതുക. വർണ്ണരാജി. വർണ്ണരാജി ആരാണ് രചിച്ചത്? M ലീലാവതി. ഡോക്ടർ M ലീലാവതിയാണ്. സഫലമീ യാത്ര NN കക്കാടിന്റെ രചനയാണ്. ശ്യാമമാധവം, സ്ഥിരം ചോദ്യം, പ്രഭാവർമ്മ. ശ്യാമമാധവം രചിച്ചത് ആരാണ്? പ്രഭാവർമ്മ. മധുരം നിന്റെ ജീവിതം KP അപ്പൻ. KP അപ്പൻ. ഓപ്ഷൻ A ആണ് ഉത്തരം. അപ്പൊ നമുക്ക് M ലീലാവതിയെ ഇങ്ങെടുത്താലോ? M ലീലാവതിയുടെ പ്രധാനപ്പെട്ട രചനകൾ ഏതൊക്കെ? ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട്, വർണ്ണരാജി. വർണ്ണരാജി M ലീലാവതിയുടെ പ്രധാനപ്പെട്ട രചനയാണ്. രണ്ടാമത്തത് അപ്പുവിന്റെ അന്വേഷണം. അപ്പുവിന്റെ അന്വേഷണം ആരാണ് രചിച്ചത്? ഡോക്ടർ M ലീലാവതിയാണ്. കവിതാരതി. കവിതാരതി. കവിതാരതി ആരാ രചിച്ചത്? ഡോക്ടർ M ലീലാവതി. നവതരംഗം. ഡോക്ടർ M ലീലാവതി. ആദിപ്രരൂപങ്ങൾ സാഹിത്യത്തിൽ ഒരു പഠനം. ആദിപ്രരൂപങ്ങൾ സാഹിത്യത്തിൽ ഒരു പഠനം ആരുടെ കൃതിയാണ്? ഡോക്ടർ M ലീലാവതി. മഹാകവി വള്ളത്തോൾ. മഹാകവി വള്ളത്തോൾ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഡോക്ടർ M ലീലാവതി. അണയാത്ത ദീപം. അണയാത്ത ദീപം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? അണയാത്ത ദീപം ഡോക്ടർ M ലീലാവതിയാണ്. ഇനി മൗലാന അബുൽ കലാം ആസാദ്, അതുപോലെ മഹാകവി G ശങ്കരക്കുറുപ്പ്, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, കവിതയും ശാസ്ത്രവും. കണ്ണീരും മഴവില്ലും ഇമ്പോർട്ടന്റ് ആണ്. കണ്ണീരും മഴവില്ലും ആരുടെ രചനയാണ്? ഡോക്ടർ M ലീലാവതിയാണ്. കണ്ണീരും മഴവില്ലും. കണ്ണീരും മഴവില്ലും. ജിയുടെ കാവ്യജീവിതം. വിശ്വോത്തരമായ വിപ്ലവോതിഹാസം. ഇനി മലയാള കവിത സാഹിത്യ ചരിത്രം. ബാലാമണി അമ്മയുടെ കവിതാ ലോകങ്ങൾ. ഇവയൊക്കെ ആരുടെ കൃതികളാണ്? ഡോക്ടർ M ലീലാവതിയുടെ കൃതികളാണ്. ഒന്നുകൂടെ പറഞ്ഞാലോ? അപ്പുവിന്റെ അന്വേഷണം, കവിതാരതി, നവതരംഗം, ആദിപ്രരൂപങ്ങൾ സാഹിത്യത്തിൽ ഒരു പഠനം,
ഇനി മഹാകവി ജി ശങ്കരക്കുറുപ്പ്, അതുപോലെ ഇടശ്ശേരി ഗോവിന്ദൻ നായർ, മൗലാന അബുൽ കലാം ആസാദ്, അണയാത്ത ദീപം, കണ്ണീരും മഴവില്ലും, കവിതയും ശാസ്ത്രവും, നവരംഗവും ഉണ്ട്, നവതരംഗവും ഉണ്ട്. ഇനി കവിതാധ്വനി, സത്യം ശിവം സുന്ദരം, ഉണ്ണിക്കുട്ടന്റെ ലോകം, ബാലാമണിയമ്മയുടെ കവിതാലോകങ്ങൾ, ഇവയൊക്കെ ആരുടെ കൃതികളാണ്? ഡോക്ടർ ലീലാവതിയുടെ കൃതികളാണ്. അടുത്ത ചോദ്യം, എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായി അനുഭവപ്പെടുന്ന മേഖല ഏതാണ്? മിതോഷ്ണ മേഖല അഥവാ ടെമ്പറേറ്റ് സോൺ. ഇംഗ്ലീഷിൽ എന്തോ പറയും? ടെമ്പറേറ്റ് സോൺ. മിതോഷ്ണ മേഖല അഥവാ ടെമ്പറേറ്റ് സോൺ. ഭൂമിയിൽ 4 ഋതുക്കൾ ഏതൊക്കെയാ? വസന്തം, ഗ്രീഷ്മം, ഹേമന്തം, ശിശിരം. ഏറ്റവും വ്യക്തമായി അനുഭവപ്പെടുന്ന മേഖല ഏതു? പറയൂ. മിതോഷ്ണ മേഖലയാണ്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യം എന്താണ്? കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന കൃതിയുടെ രചയിതാവ് ആര്? താഴെ നിന്ന് കമന്റ് ചെയ്യണേ. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം താഴെ നിന്ന് കമന്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾ അത്രത്തോളം അറ്റന്റീവ് ആയിട്ടാണ് ക്ലാസ് കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ഇനി നോർത്തേൺ ഹെമിസ്ഫിയർ അഥവാ ഉത്തരാർദ്ധ ഗോളത്തിൽ മിതോഷ്ണ മേഖലയുടെ സ്ഥാനം എവിടെയാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ആർട്ടിക് വൃത്തത്തിനും ഇടയിലാണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖ എന്ന് പറയുമ്പോൾ 23.5 ഡിഗ്രി നോർത്ത്. ആർട്ടിക് വൃത്തം എന്ന് പറയുമ്പോൾ 66.5 ഡിഗ്രി നോർത്ത്. അപ്പോൾ ഇതിന്റെ ഇടയിലായിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? മിതോഷ്ണ മേഖല. ഇത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ഇനി സദേൺ ഹെമിസ്ഫിയറിലേക്ക് വരുമ്പോൾ ദക്ഷിണായന രേഖയ്ക്കും അതുപോലെ അന്റാർട്ടിക് വൃത്തത്തിനും ഇടയിലായിട്ടായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണായന രേഖ എന്ന് പറയുമ്പോൾ 23.5 ഡിഗ്രി സൗത്ത്. ഇനി അന്റാർട്ടിക് വൃത്തം എന്ന് പറയുമ്പോൾ 66.5 ഡിഗ്രി സൗത്ത്. ഇതിനിടയിലായിട്ടായിരിക്കും ഏത് സ്ഥിതി ചെയ്യുന്നത്? മിതോഷ്ണ മേഖല സ്ഥിതി ചെയ്യുന്നത്. സൂര്യരശ്മികൾ ചരിഞ്ഞു പതിക്കുന്നത് കൊണ്ട്, സൂര്യരശ്മികൾ എങ്ങനെയാ പതിക്കുന്നത്? ചരിഞ്ഞു പതിക്കുന്നു. ഈ മേഖലയിൽ സൂര്യരശ്മികൾ ചരിഞ്ഞു പതിക്കുന്നത് കൊണ്ട് മിതമായ ചൂടും മിതമായ തണുപ്പും അനുഭവപ്പെടുന്ന മേഖലയാണ് മിതോഷ്ണ മേഖല. ഈ മിതോഷ്ണ മേഖലയിൽ കൂടുതലായി കാണപ്പെടുന്ന കാടുകൾ ഡെസിഡ്യൂസ് ഫോറസ്റ്റ്. ഈ മലയാളം എന്താണ്? ഇലപൊഴിയും കാടുകളാണ്. ഡെസിഡ്യൂസ് ഫോറസ്റ്റ് അഥവാ ഇലപൊഴിയും കാടുകളാണ് മിതോഷ്ണ മേഖലയിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അതായത് ശൈത്യകാലത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മരങ്ങൾ ഇലകൾ പൊഴിക്കുന്നത്. ഇനി ഉത്തരാർദ്ധ ഗോളത്തിലെ മിതോഷ്ണ പ്രദേശങ്ങളിൽ വസന്തകാലം അനുഭവപ്പെടുന്ന മാസങ്ങൾ, ഉത്തരാർദ്ധ ഗോളത്തിലെ മിതോഷ്ണ പ്രദേശങ്ങളിൽ എപ്പോഴാണ് സ്പ്രിംഗ് സീസൺ അഥവാ വസന്തകാലം അനുഭവപ്പെടുന്നത്? ഏതൊക്കെ മാസങ്ങളില്? മാർച്ച് മുതൽ ജൂൺ വരെയാണ്. ഡേറ്റ് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ, അതായത് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലായിട്ടാണ്. ഇനി മരങ്ങളിൽ ഇലകൾ തളിർക്കുന്നതും പൂക്കൾ വിരിയുന്നതുമായ ഋതു ഏതാണ്? വസന്തകാലമാണ്. ഉത്തരാർദ്ധ ഗോളത്തിൽ ഇലപൊഴിയും കാലം അഥവാ ഹേമന്തം അല്ലെങ്കിൽ ഓട്ടം സീസൺ അനുഭവപ്പെടുന്നത് സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയാണ്. ഇനി പ്രയറികൾ എന്ന് കേട്ടിട്ടുണ്ടോ? പ്രയറി പുൽമേട് മിതോഷ്ണ മേഖലയിലെ പുൽമേടാണ്. പ്രയറി പുൽമേട് ഏത് ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്നു? വടക്കേ അമേരിക്ക. മിതോഷ്ണ പുൽമേടാണ്. മിതോഷ്ണ മേഖലയിലെ പുൽമേടാണ് പ്രയറി പുൽമേട്. വടക്കേ അമേരിക്ക. പമ്പാസ് പുൽമേട് തെക്കേ അമേരിക്കയാണ്. പ്രധാനമായിട്ടും അർജന്റീനയിലാണ് കാണപ്പെടുന്നത്. വെൽഡ് പുൽമേട് കാണപ്പെടുന്നത് മിതോഷ്ണ മേഖലയിലെ പുൽമേടാണ്. വെൽഡ് പുൽമേട് എവിടെയാണ് കാണപ്പെടുന്നത്? ദക്ഷിണാഫ്രിക്ക, സൗത്ത് ആഫ്രിക്കയിലാണ്. ഡൗൺസ് പുൽമേട് കാണപ്പെടുന്നത് എവിടെയാണ്? ഓസ്ട്രേലിയ. മിതോഷ്ണ മേഖലകളിലെ പുൽമേടാണ് ഡൗൺസ് പുൽമേട്. ഏത് ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്നു? ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്നു. ഇനി സ്റ്റെപ്പികൾ കാണപ്പെടുന്നത് യൂറേഷ്യ എന്ന് പറയുമ്പോൾ യൂറോപ്പും ഏഷ്യയും. ഓക്കെ. ഇനി നമുക്ക് ഉഷ്ണമേഖല ഒന്ന് നോക്കിയാലോ. ഉഷ്ണമേഖലയുടെ ഇംഗ്ലീഷ് എന്താണ്? ടൊറിഡ് സോൺ ആണ്. ടൊറിഡ് സോൺ. ശൈത്യമേഖലയുടെ ഇംഗ്ലീഷ് എന്താണ്? ഫ്രിജിഡ് സോൺ. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ടൊറിഡ് സോണും ഫ്രിജിഡ് സോണും അതുകൊണ്ട് നോക്കാമേ. ഉഷ്ണമേഖല അഥവാ ടൊറിഡ് സോൺ, അതായത് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശമാണ് ഈ ടൊറിഡ് സോൺ എന്ന് പറയുന്നത്. കാരണം എന്താണ്? സൂര്യരശ്മികൾ മിക്കപ്പോഴും ലംബമായിട്ട്, അതായത് നേരെയായിരിക്കും പതിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കനത്ത ചൂട് അനുഭവപ്പെടുന്നത്. അപ്പൊ ഭൂമിയിൽ ഏറ്റവും ഉയർന്ന താപനില അനുഭവപ്പെടുന്ന കാലാവസ്ഥാ മേഖല ഏതാന്ന് ചോദിച്ചാൽ ഈ ഉഷ്ണമേഖലയാണ്, ടൊറിഡ് സോൺ ആണ്. ഉഷ്ണമേഖല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതിന്റെ സ്ഥാനം 23.5 ഡിഗ്രി നോർത്തിനും 23.5 ഡിഗ്രി സൗത്തിനും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിലായിട്ടാണ്
ഉഷ്ണമേഖലയുടെ സ്ഥാനം. ഉഷ്ണമേഖലയെ കൃത്യം രണ്ടായി തരംതിരിക്കുന്ന പ്രധാന അക്ഷാംശം ഏതാണ്? 0 ഡിഗ്രി, അതായത് ഇക്വേറ്റർ. ഭൂമധ്യരേഖയാണ് ഉഷ്ണമേഖലയെ കൃത്യം രണ്ടായി തിരിക്കുന്നത്. സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന ഭൂവിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഉഷ്ണമേഖലയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖലാ മഴക്കാടുകൾ അഥവാ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഏതാ? ആമസോൺ മഴക്കാടുകളാണ്. ആമസോൺ മഴക്കാടുകൾ. ഭൂമധ്യ രേഖയ്ക്ക് സമീപം ഉഷ്ണമേഖലയിലാണ് ആമസോൺ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഉഷ്ണമേഖല കിട്ടിയില്ലേ? ഇനി നമുക്ക് ശൈത്യമേഖലയെ പറ്റി കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാവേ. സൂര്യരശ്മികളെ ഏറ്റവും കൂടുതൽ ചരിഞ്ഞു പതിക്കുന്ന മേഖലയാണ് ശൈത്യമേഖല. അപ്പൊ ഇവിടെ എന്താണ്? കനത്ത തണുപ്പായിരിക്കും ഈ രണ്ടും ശൈത്യമേഖലയിൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ വർഷത്തിൽ മിക്കവാറും ഈ പ്രദേശങ്ങളിൽ മഞ്ഞു മൂടിയായിരിക്കും കിടക്കുന്നത്. അപ്പൊ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന മേഖല ഏതാണെന്ന് ചോദിച്ചാൽ ഫ്രിജിഡ് സോൺ അഥവാ ശൈത്യമേഖലയാണ്. എവിടെയാണ് സ്ഥാനം? ഈ 66.5 ഡിഗ്രിക്കും അതുപോലെ ഉത്തര ധ്രുവത്തിനും. ഉത്തരാർദ്ധഗോളത്തിലെ ശൈത്യമേഖലയുടെ സ്ഥാനം ചോദിച്ചാൽ ആർട്ടിക് വൃത്തത്തിനും അതുപോലെ ഉത്തരധ്രുവം എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി നോർത്ത് പോൾ അതിനിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർദ്ധഗോളത്തില്. ദക്ഷിണാർദ്ധഗോളത്തിൽ വരുമ്പോഴത്തേക്കും അന്റാർട്ടിക് വൃത്തത്തിനും അതുപോലെ ദക്ഷിണ ധ്രുവം ദാറ്റ് ഈസ് 90 ഡിഗ്രി സൗത്ത് ഇതിനിടയിലായിരിക്കും ഇത് സ്ഥിതി ചെയ്യുന്നത്, ശൈത്യമേഖല സ്ഥിതി ചെയ്യുന്നത്. 6 മാസം പകലും 6 മാസം രാത്രിയും അനുഭവപ്പെടുന്ന ഭൂവിഭാഗമാണ് ഈ ധ്രുവ പ്രദേശങ്ങൾ അഥവാ പോളാർ റീജിയൻ എന്ന് പറയുന്നത്. ഈ ശൈത്യമേഖലകളിൽ കാണപ്പെടുന്ന മരങ്ങളില്ലാത്ത മഞ്ഞു മൂടിയ വിശാലമായ പ്രദേശങ്ങളാണ് തുന്ദ്ര എന്ന പേരിൽ അറിയപ്പെടുന്നത്. തുന്ദ്ര എന്നാൽ ശൈത്യമേഖലയിൽ കാണപ്പെടുന്ന മരങ്ങളില്ലാത്ത മഞ്ഞു മൂടിയ വിശാലമായ പ്രദേശമാണെന്ന് മനസ്സിലാക്കുക. ശൈത്യമേഖലയിൽ ജീവിക്കുന്ന പ്രധാന ജീവിവർഗങ്ങൾ ഏതൊക്കെയാ? പെൻഗ്വിൻ ഉണ്ട്, വാൾറസിനെ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോണേ. വാൾറസ്, ധ്രുവക്കരടി ഇവയൊക്കെ ശൈത്യമേഖലയിലെ പ്രധാന ജീവിവർഗങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സുകളിലായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോവാ. തുടർന്നും ക്ലാസ്സുകൾ വേണം എന്നുണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞാൽ മതി. ഞാൻ എന്തായാലും തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ തരാം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ LDC ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. LGS ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ വിവരങ്ങളൊക്കെ ഞാൻ പുറകെ തന്നെ പറയാം, അടുത്തടുത്ത വീഡിയോകളിലായിട്ട് തന്നെ പറയാം. ഇപ്പൊ തന്നെ കയറി ജോയിൻ ചെയ്തോളാം. ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ക്ലാസ്സുകൾ എത്രയും വേഗം തന്നെ പർച്ചേസ് ചെയ്തു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.